ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്യാപ്സിക്കം മെഴുക്ക് വരട്ടി ആയാലോ. അപ്പോൾ അതിന് രണ്ട് ക്യാപ്സിക്കം, കുറച്ച് സവോള, ഒരു 4 പച്ചമുളക് കീറിയതെടുക്കാം കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ ഒഴിച്ച ഇത്തിരി കൂടിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരണം. ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിലിട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ സിമ്പിളായിട്ട് മെഴുക്ക് വരട്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വാടി വരുമ്പോൾ ഇതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കുക, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതല്ലാതെ പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് അത് തോരനാക്കിയും എടുക്കാം. പലതരത്തിൽ ചെയ്യാട്ടെ, എല്ലാം നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന സാധനമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിനനുസരിച്ചുള്ള എരിവ് ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.